ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2004 2005 ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട്? ഇതിന്റെ ആൻസർ ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 3യും ആണ് ഇവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാം 1ഉം 3യും. ഡിസ്ബേഴ്സ്മെന്റ്സ് ഫ്രം പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആർ സബ്ജക്ട് ടു ദ വോട്ട് ഓഫ് പാർലമെന്റ്. പബ്ലിക് അക്കൗണ്ട്സിൽ നിന്നുള്ള ഡിസ്ബേഴ്സ്മെന്റ്സ് വോട്ട് ഓഫ് പാർലമെന്റിന് വിധേയമാണ്. Appropriations and disbursements under the railway budget are subject to the same form of parliamentary control as other appropriations and disbursements. അതായത് റെയിൽവേ ബഡ്ജറ്റ്, അതിലുള്ള റെയിൽവേ ബഡ്ജറ്റിന് കീഴിലുള്ള അപ്രോപ്രിയേഷൻസും ഡിസ്ബേഴ്സ്മെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെ തന്നെയാണ് മറ്റൊരു കാര്യങ്ങൾ എടുത്താലും, അതായത് മറ്റു കാര്യത്തിലും എങ്ങനെയാണോ പാർലമെന്ററി കൺട്രോൾ അതുപോലെ തന്നെയാണ്. അപ്പൊ 1ഉം 3യും ആണ് അവർ ആൻസർ ആയിട്ട് കൊടുത്തത്. 2 തെറ്റാണെന്നാണ് അവർ പറഞ്ഞത്. The Indian Constitution provides for the establishment of a consolidated fund, a public account, a contingency fund for each state. Actually, ഇതും ശരിയാണ്. എന്തോ ഒരു മിസ്റ്റേക്ക് ആണ്, ചിലപ്പോൾ ഒരു ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം. 1, 2, 3 എല്ലാം അവിടെ കറക്റ്റ് ആണ്. നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, The Indian Constitution provides for the establishment of consolidated fund, a public account and a contingency fund for each state as well as for the union government. ഓരോ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിനും എന്തൊക്കെയുണ്ട്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്, പബ്ലിക് അക്കൗണ്ട് ഉണ്ട്, കണ്ടിജൻസി ഫണ്ട് ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ആ ഒരു ഇത് എടുത്തിട്ടില്ല. ഒരു അക്ഷരം മിസ്റ്റേക്ക് ആയിരിക്കാം. ആർട്ടിക്കിൾ 266(1) ആണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് സിമിലർലി ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട്. കണ്ടോ, ആർട്ടിക്കിൾ 266(1) പറയുന്നുണ്ട് ഇന്ത്യക്ക് ഒരു കൺസോളിഡേറ്റഡ് ഫണ്ട് വേണം. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, ജഡ്ജസിന്റെ ഒക്കെ സാലറി ഒക്കെ എടുക്കുന്ന ഓരോ സ്റ്റേറ്റ് ആണ്. ഈ ഹൈക്കോർട്ട്സ് ജഡ്ജസ് ആണെങ്കിൽ അവരുടെ ആ കറസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നമ്മൾ കണ്ടതാണ്. 266(2) എന്താ പറയുന്നത്? പ്രൊവൈഡ്സ് ഫോർ എ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പബ്ലിക് അക്കൗണ്ട്, അതും പറയുന്നുണ്ട്. 267 എന്താ പറയുന്നത്? കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കണ്ടിജൻസി ഫണ്ട്. അപ്പൊ അവരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം ഉണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. 266(1), 266(2), 267. 267 ആണ് കണ്ടിജൻസി ഫണ്ട്. ഓക്കെ, പിന്നെ എന്താന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് അറിയാലോ. ദിസ് ഫണ്ട് റിസീവ്സ് ഓൾ ഗവൺമെന്റ് റവന്യൂസ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ റൂട്ടീൻ എക്സ്പെൻഡിച്ചർ. പബ്ലിക് അക്കൗണ്ട്. കണ്ടിജൻസി ഫണ്ട് എന്താണ്? ദിസ് ഫണ്ട് ഈസ് യൂസ്ഡ് ടു മീറ്റ് അൺഫോർസിൻ ഓർ അർജന്റ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അത് 3ഉം കറക്റ്റ് ആണ്. പക്ഷെ ഒരു ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സി ആണ്. ഈ ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ ആണോ പിന്നെ വന്നതാണോ എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇതാണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ ഹയസ്റ്റ് ക്രിമിനൽ കോർട്ട് ഓഫ് ദ ഡിസ്ട്രിക്ട് ഇസ് എ കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്. ഓർത്തിരിക്കുക, ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഹയസ്റ്റ് ക്രിമിനൽ കോർട്ട്, മാറിപ്പോവരുത്, ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താണ്? ഈസ് ദ കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ആണ്. The district judges are appointed by the governor in consultation with the high court. നമ്മൾ പഠിച്ചതാണ്, ഒരു ജഡ്ജസ് ഒരു സ്റ്റേറ്റിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഗവർണർ ആണ്, കൺസൾട്ടേഷൻ വിത്ത് ദ ഹൈക്കോർട്ട് ആണ്. അപ്പൊ ഇതും കറക്റ്റ് ആണ്. A person to be eligible for appointment as a district judge should be an advocate of. ഇനി അവരുടെ ആ ഒരു വേണ്ട യോഗ്യതയാണ് പറയുന്നത്. Be an advocate or pleader of 7 years. എത്ര വർഷമാണ്? or 7 years standing or more. ഒന്നെങ്കിൽ 7 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. or an officer in judicial service of the union or the state. അല്ലെങ്കിൽ എന്താണ്? an officer in judicial service of the union or the state. 7 years ആണ് വരുന്നത്. അപ്പൊ അതും ഓർത്തിരിക്കുക. ജഡ്ജ് ആട്ടോ പറയുന്നത്. പിന്നെ എന്താണ്? when the sessions judge awards death sentence, വധശിക്ഷ വിധിച്ചാൽ it must be confirmed by the high court before it is carried out. ഏത് സ്റ്റേറ്റിലാണോ അങ്ങനെ ഒരു കാര്യം വന്നത്
അതെന്താണ്, ഹൈക്കോർട്ട് അവിടെ ക്യാരി ഔട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഡെപ്ത് ചോദിക്കാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യന്റെ ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ഉം 2 ആണ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The Speaker of Lok Sabha has the power to adjourn the House. Adjourn ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മാറ്റി വെക്കുക. Sign die, ഈ വാക്കൊന്ന് നോട്ട് ചെയ്തോട്ടെ, പലപ്പോഴും ചോദിച്ചിരിക്കുന്ന ഒരു വാക്കാണ്, ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്ന വാക്കാണ്. എന്താണ് sign die എന്ന് പറഞ്ഞാൽ? അനിശ്ചിത കാലത്തേക്ക് നീട്ടി വെക്കുക എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ഡേറ്റ് ഇല്ല, നമ്മളൊന്ന് നീട്ടി വെക്കുവാണ്. ബട്ട് ഓൺ prorogation, okay, it is only the president who can summon the house. പിന്നെ ആ ഹൗസ് വിളിക്കാനുള്ള അവകാശം ആർക്കാണ്? അത് പ്രസിഡന്റിന് മാത്രമാണ്. പിന്നെ അത് വിളിക്കാനുള്ള അവകാശം ആർക്കാണ്? അത് പ്രസിഡന്റിന് മാത്രമാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ അടുത്ത് നോക്കിക്കേ, unless sooner dissolved or there is an extension of the term, there is an automatic dissolution of the Lok Sabha by efflux of time at the end of the period of 5 years, even if no formal order of the dissolution is issued by the president. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? അതായത് പ്രസിഡന്റ് ഔദ്യോഗികമായി പിരിച്ചുവിടൽ ഉത്തരവ് പുറപ്പെടുവിച്ചില്ലെങ്കിൽ പോലും, ഇഫ് നോ ഫോർമൽ ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ ഇസ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഓർഡർ ഒന്നും ലോക്സഭ പിരിച്ചുവിടലിനെ കുറിച്ച് പുറപ്പെടുവിച്ചില്ലെങ്കിൽ പോലും, അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ട് ഇല്ലെങ്കിൽ പോലും, 5 വർഷത്തെ കാലയളവ് അവസാനിക്കുമ്പോൾ ലോക്സഭ പെട്ടെന്ന് വിടുകപ്പെടുകയോ കാലാവധി നീട്ടുകയോ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ ലോക്സഭ യാന്ത്രികമായി പിരിച്ചുവിടും. അതായത് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, എമർജൻസി അടിയന്തരാവസ്ഥ കാലമാണെങ്കിൽ ലോക്സഭ 6 മാസത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ലോക്സഭ പെട്ടെന്ന് പിരിച്ചുവിടുകയോ കാലാവധി നീട്ടുകയോ ചെയ്തത്, കാലാവധി ഒന്നും നീട്ടിയിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, 5 വർഷം അത് കംപ്ലീറ്റ് ആയെങ്കിൽ എന്താണ്, കാലക്രമേണ ലോക്സഭ യാന്ത്രികമായി പിരിച്ചുവിടുകപ്പെടും. There is an automatic dissolution of the Lok Sabha by efflux of time. അതും കറക്റ്റ് ആണ്. പിന്നെ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇവർ 1 ഉം 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The Speaker of Lok Sabha continues in office even after the dissolution of the House. ഹൗസ് പിരിച്ചു വിട്ടാൽ അവിടെ കണ്ടിന്യൂ ചെയ്യും until immediately before the first meeting of the House. ഇതെനിക്ക് ശരിയെന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇവർ ആൻസർ കൊടുത്തിരിക്കുന്നത് 1 ഉം 2 ആണ്. പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇനി എങ്ങാനും പിന്നെ ആൻസർക്ക് വന്നപ്പോൾ ചേഞ്ച് ആയതാണെന്ന് അറിയത്തില്ല. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, which one of the following statements is correct? നോൺ കോൺഫിഡൻസ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട, അവിശ്വാസ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്. In Lok Sabha, a no confidence motion has to set out the grounds on which is based. എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്സഭയിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം വ്യക്തമാക്കേണ്ടതുണ്ട്. ചുമ്മാ കയറി പറയാനൊന്നും പറ്റത്തില്ല, കറക്റ്റ് റീസൺ പറയണം. നമ്മൾ നോ കോൺഫിഡൻസ് മോഷനായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ ഞാൻ ചെയ്തതാണ്. കാരണം ക്വസ്റ്റ്യൻ വന്നായിരുന്നു. നമ്മളിപ്പോൾ നോക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണിത്. അപ്പൊ ആ ക്ലാസ്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ 4th ഷെഡ്യൂൾ? അതെന്തായിരുന്നു? ഇറ്റ് അലോക്കേറ്റ് സീറ്റ്സ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത് രാജ്യസഭയിലെ സീറ്റ്സിന്റെ അലോക്കേഷൻ ആണ്. നമ്മളത് കണ്ടതാണ്. The resolution for removing the vice president of India can be moved. നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്, ഉപരാഷ്ട്രപതിനെ നമുക്ക് റിമൂവ് ചെയ്യണം, നീക്കം ചെയ്യണമെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ എവിടെയാണ് നമ്മൾ നീക്കേണ്ടത്? അതെന്താണ്? രാജ്യസഭ എലോൺ ആണ്. കാരണം നമുക്കറിയാം വൈസ് പ്രസിഡന്റ് രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? With the reference to the Constitution of India, which one of the following pairs is not correctly matched? ഇതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺകറന്റ് ലിസ്റ്റ് അല്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. ഓർത്തിരുന്നോളുക, യൂണിയൻ ലിസ്റ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വലിയ വലിയ കാര്യങ്ങളല്ലേ. ഫോറസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക് യൂണിയൻ ലിസ്റ്റ് ആണ്. പബ്ലിക് ഹെൽത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അപ്പൊ ചിലപ്പോ ഇതിനകത്ത് ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, 2004 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇപ്പൊ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35 നോക്കിക്കേ. Which of the above are the functions of the Election Commission of India? ഇലക്ഷൻ കമ്മീഷന്റെ
ഫങ്ഷൻസ് എന്തൊക്കെയാണ്? 1, 2, 3 മൂന്നെണ്ണം ശരിയാണ്. നോക്കിക്കേ, സൂപ്പറിൻറ്റൻസ് ഡയറക്ഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് അല്ലെ, ഫ്രീയും അതുപോലെ തന്നെ ഫെയർ ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുക, നടപ്പിലാക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾസ് ഫോർ ഓൾ ഇലക്ഷൻസ് ടു നമ്മുടെ ഇപ്പൊ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് സെൻട്രലിലും കേന്ദ്രത്തിലും ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണത്? അത് സംസ്ഥാനങ്ങൾ, അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ 4 ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് പാർലമെന്റിലേക്ക്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? ലോക്സഭയും രാജ്യസഭയും വരുന്നുണ്ട്. അതിലേക്കുള്ള ഇലക്ഷൻ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ്, അതായത് ചില സ്റ്റേറ്റ്സിന് കൗൺസിലും കൂടിയുണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററും അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും വരുന്നുണ്ട്. പിന്നെ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്. ഇവരുടെ 4 പേരുടെയും ഇലക്ഷൻസിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അടുത്ത നോക്കിക്കേ, ഗീവിംഗ് റെക്കഗ്നിഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ടിംഗ് ഇലക്ഷൻ സിംബൽസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് കണ്ടസ്റ്റിംഗ് ഇലക്ഷൻസ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികൾക്കും പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ എന്ത് കൊടുക്കുന്നു? സിംബൽസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗീവ് റെക്കഗ്നിഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം കൊടുക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാ. നോക്കിക്കേ, പ്രൊക്ലമേഷൻ ഓഫ് ഫൈനൽ വെർഡിക്ട് ഇൻ ദ കേസ് ഓഫ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് പ്രൊക്ലമേഷൻ ഓഫ് ഫൈനൽ വെർഡിക്ട്സ് ഇൻ ദ കേസ് ഓഫ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് അത് വരത്തില്ല. ഇപ്പൊ നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അത് പരിഹരിക്കുന്നത് സുപ്രീം കോർട്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല. ഓക്കെ, അടുത്തത്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ പാർലമെന്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് ഈ അപ്രോപ്രിയേഷൻ ബില്ല്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്രോപ്രിയേഷൻ ബില്ല് എന്താണെന്നുള്ളത്. അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ gives power to the government to withdraw funds from the consolidated fund of India for meeting expenditure during the financial year. നമ്മളിപ്പോ പഠിച്ചു കൺസോളിഡേറ്റഡ് ഫണ്ട് ഏതായിരുന്നു? 266 അല്ലേ, നമ്മളിപ്പോ പഠിച്ചതാണ്. ഓരോ സ്റ്റേറ്റിനും കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ യൂണിയനും കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ടായിരിക്കണം. പബ്ലിക് അക്കൗണ്ട്സ് ആണെങ്കിൽ 266 2ഉം കണ്ടിജൻസി ഫണ്ട് ആണെങ്കിൽ 267 ആണ് നമ്മളിപ്പം പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വിഡ്രോ ചെയ്യാം, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അതാണ് ഈ അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഓർത്തിരിക്കുക 114 ആണ്. The government can withdraw money from the consolidated only after approval from parliament. പാർലമെന്റിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. അപ്പൊ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ലോക്സഭ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാജ്യസഭ ആയിരിക്കും. ബോത്ത് ഹൗസസ് വേണ്ട. The appropriation bill must be passed by both houses of the parliament before it can be enacted into law. അങ്ങനെയില്ല, ബോത്ത് ഹൗസസിന് ഇത്, അതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അധികം കേൾക്കാത്തൊരു കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഡിഗ്രി മെയിൻസിനൊക്കെ ചിലപ്പോൾ ഇപ്പൊ KS ഒക്കെ വരും, ചിലപ്പോ എങ്ങാനും ഡെപ്തിൽ ചോദിച്ചാലോ. Which one of the following articles of the Constitution of India says that എന്താണ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവരി സ്റ്റേറ്റ്? നമുക്കറിയാം എക്സിക്യൂട്ടീവ് പവർ അല്ലേ. എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവരി സ്റ്റേറ്റ് ഷാൽ ബി സോ എക്സസൈസ്ഡ്. എങ്ങനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്? ഓരോ സ്റ്റേറ്റും അവരുടെ എക്സിക്യൂട്ടീവ് പവർ അവരെങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്? നോട്ട് ടു ഇൻപീഡ് ഓർ പ്രിജുഡൈസ് ദ എക്സസൈസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ. എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരം പ്രയോഗിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയോ മുൻവിധികൾ ഉണ്ടാക്കുകയോ ചെയ്യും. നമ്മളറിയാം നമ്മുടെ എന്ന് പറയുമ്പോൾ ആരാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പൊ അവരുടെ എക്സിക്യൂട്ടീവ് അധികാരം അല്ലെ, നമ്മൾ പഠിച്ചതാണ്, അവർക്കുണ്ട്. അവരാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ലെജിസ്ലേറ്ററിലൂടെ നിയമം കൊണ്ടുവരുന്നു, അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്റ്റേറ്റിലും ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ എന്താണ്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റിനാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആ ഒരു എക്സിക്യൂട്ടീവ് പവർ, സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റ്, അതായത് യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരം പ്രയോഗിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയോ മുൻപതികൾ ഉണ്ടാക്കുകയോ ചെയ്യരുത്. അത് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ആണ്. ആർട്ടിക്കിൾ 257 ആണ്. നോട്ട് ചെയ്യാട്ടോ. ആർട്ടിക്കിൾ നമുക്കറിയാം സ്റ്റേറ്റും സെൻട്രലായിട്ടൊക്കെ പല സ്ഥലത്തും ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ്. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 14 ഏതാ? നമ്മൾ പഠിക്കുന്നതാണ്. ആർട്ടിക്കിൾ 14 ഏതാ? there shall be equal the state shall not deny to any person equality before the law or the equal protection of laws with the എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ? അതാണ് ആർട്ടിക്കിൾ 14. നമുക്ക് അറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 15 എന്താ?
The state shall not discriminate against any citizen on grounds only of religion. റിലീജിയന്റെ ബേസിലോ, റേസിന്റെ ബേസിലോ, കാസ്റ്റിന്റെ ബേസിലോ, സെക്സിന്റെ ബേസിലോ, പ്ലേസ് ഓഫ് ബർത്തോ ഒന്നിന്റെ ബേസിലും ഒരു ഡിസ്ക്രിമിനേഷനും എന്താണ് വരുന്നില്ല. പിന്നെ അത് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 നമുക്ക് അറിയാലോ. there shall be equality of opportunity for all citizens ആണ്. ആർട്ടിക്കിൾ 17 നമുക്കറിയാം അൺടച്ചബിലിറ്റി എന്താണ് അബോളിഷ് ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മളിപ്പോഴും പഠിക്കുന്നതാണ്. Which article of the Constitution of India says no child below the age of 14 years shall be enrolled to work in any factory or mine or engage in any other hazardous employment? നമുക്കറിയാം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു രീതിയിലുള്ള ഇത് ഒരു സ്ഥലത്തും ഫാക്ടറികളിലോ മൈൻസ് ഖനികളിലോ ഒന്നും ജോലി ചെയ്യിപ്പിക്കരുത്. അത് ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 24 ആണ്. ഇതൊക്കെ PSC ചോദിക്കുന്നതാണ്. According to the National Human Rights Commission Act 1993, ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ അത് പ്രകാരം ആരാണ് അതിന്റെ ചെയർമാൻ? എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമുക്കറിയാം റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അടുത്ത നോക്കിക്കേ. Which one of the following is the correct sequence in the descending power of precedence? നമ്മൾ ഇന്നലെ കണ്ടതാണ് precedence എന്ന് പറഞ്ഞ മുൻഗണന. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞ ഡിസെൻഡിങ് ഓർഡർ, വലുതീന്ന് ചെറുതിലേക്ക്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. ഓക്കെ. The Constitution 98th Amendment Act എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? empower in the center to levy and appropriate service tax. നമ്മൾ കണ്ടത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. only 3 ആണ് കറക്റ്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ 20 പാർട്സ് ആണോ ഉള്ളത്? അല്ല. എത്ര പാർട്സ് ഉണ്ട്? 25 പാർട്സ് ഉണ്ട്. 390 ആർട്ടിക്കിൾസ് ആണോ ഉള്ളത്? അല്ല. ഇപ്പൊ നിലവിൽ നമ്മൾ പറയുമ്പോൾ 480 സംതിങ് ആർട്ടിക്കിൾസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നമുക്കറിയാം ആദ്യം 8 ഷെഡ്യൂൾസ് ആയിരുന്നു. പിന്നെ 9th, 10th, 11th, 12th ഷെഡ്യൂൾസ് were added to the Constitution of India by Constitution Amendment Actസിലൂടെയാണ് പിന്നെ അതെല്ലാം ആഡ് ചെയ്തത്. ഓക്കെ. 390 അല്ല, അതും തെറ്റാണ്. Who among the following was the chairman of the Union Constitution Committee? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഡോക്ടർ BR അംബേദ്കറിലേക്ക് പോവരുത്, ജവഹർലാൽ നെഹ്റു ആണ്. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഓക്കെ. അടുത്തത് 118. ഇതിന്റെ ഏതൊക്കെയാണ് കറക്റ്റ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. only 2 ആണ് കറക്റ്റ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. 301 എന്ന് പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടിനെ കുറിച്ച് അല്ല പറയുന്നത്. ആർട്ടിക്കിൾ 308 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. പക്ഷെ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെ നമ്മുടെ ഭരണഘടനയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. പക്ഷെ അത് കോൺഗ്രസ് ആണോ? അല്ല. അത് ആരായിരുന്നു? ജനതാ പാർട്ടി ആയിരുന്നു അല്ലെ? The 44th Amendment Act of the Indian Constitution was passed in 1978 by the Janata Party. It made changes to the Constitution including restoring the powers of Supreme Court and High Courts and restoring civil liberties. അതിനകത്ത് ഈ സ്വത്തവകാശത്തിന്റെ കാര്യം മാത്രമല്ല 44th അമെന്റ്മെന്റ് ആക്ടിനകത്ത് പറഞ്ഞത്, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്താക്കി? ലീഗൽ റൈറ്റ് ആക്കി. പിന്നെ എമർജൻസി, the president can only declare a national emergency if the cabinet recommends it in writing. ക്യാബിനറ്റും കൂടെ റെക്കമെൻഡ് ചെയ്താലാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രസിഡന്റിന് സാധിക്കത്തുള്ളൂ. പിന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മീഡിയ, പ്രസിഡന്റിന്റെ പവർ, ദ പ്രസിഡന്റ് ക്യാൻ ആസ്ക് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു റീകൺസിഡർ ദർ അഡ്വൈസ്. പിന്നെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു കണ്ടോ, ദ സുപ്രീം കോർട്ട് ഡിസൈഡ്സ് ഓൾ ഡിസ്പ്യൂട്ട്സ് അബൌട്ട് ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിന്റെ മാത്രമല്ല വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്, പ്രോബ്ലം, എന്തെങ്കിലും വഴക്ക് വന്നാൽ സുപ്രീം കോർട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. പിന്നെ ലോക്സഭയ്ക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനും ഒറിജിനൽ ടേം 5 years റീസ്റ്റോർ ചെയ്തു. ഓക്കെ. അടുത്ത 148. ഓക്കെ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1 ആണ് കറക്റ്റ്. പാർട്ട് 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഫോർ പഞ്ചായത്ത്. അത് പഞ്ചായത്താണ് പാർട്ട് 9 വരുന്നത്. 73rd 1992 ആണ്.
പാർട്ട് 9A വരുന്ന മുനിസിപ്പാലിറ്റീസ് ആണ്. പക്ഷെ 243 പറയുന്നത് 2 ടൈപ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് അല്ല, 3 ടൈപ്പ് മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് തെറ്റായി പോയത്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. 243Q പറയുന്നത് 3 ടൈപ്പ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. അത് നഗർ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞില്ല, അതുകൊണ്ടാണ് അതവിടെ തെറ്റായി പോയത്. പാർട്ട് 9A മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അത് 74th അമെന്റ്മെന്റ് ആക്ട് 1992 പ്രകാരമാണ് വന്നത്. പിന്നെ നമുക്കറിയാം 243P തൊട്ട് 243Z G വരെയാണ് എന്ത് പറയുന്നത്, ഇത് പറയുന്നത്. അതായത് പാർട്ട് 9 മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾക്കറിയാം, അപ്പോ നോക്കിക്കേ, പാർട്ട് 9 പറയുന്നത് പഞ്ചായത്തുകളെ കുറിച്ചാണ്. പഞ്ചായത്ത്. 9A പറയുന്നത് മുനിസിപ്പാലിറ്റികളെ കുറിച്ചാണ്. 9B പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് വന്നത്. 2011 ആണ്. അതിനകത്ത് 243ZH തൊട്ട് 243ZT വരെയാണ് പോകുന്നത്. അപ്പൊ 9 പഞ്ചായത്ത്, പാർട്ട് 9 പഞ്ചായത്ത്, 9A മുനിസിപ്പാലിറ്റി, 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർത്തിരിക്കുക. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് നോക്കിക്കേ, ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. only 2. ഇത് മാത്രമാണ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, the parliament cannot enlarge the jurisdiction of the Supreme Court of India as its jurisdiction is limited to that conferred by the constitution. ആണോ? jurisdiction, സുപ്രീം കോടതിയുടെ അധികാര പരിധി പാർലമെന്റിനെ എൻലാർജ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പറ്റും. അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, the officers and servants of the Supreme Court and High Court are appointed by the concerned Chief Justice and the administrative expenses are charged on the Consolidated Fund of India എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ഹൈക്കോർട്ടിലാണെങ്കിൽ ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 229 പ്രകാരം എന്താണ്, ഓഫീസേഴ്സിനെയും സെർവൻസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് കൺസേൺഡ് ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോർട്ട് ആണെങ്കിൽ ആർട്ടിക്കിൾ 146 പ്രകാരം അങ്ങനെ പോകും. സുപ്രീം കോർട്ട് ആണെങ്കിൽ ഓഫീസേഴ്സിനെയും സെർവൻസിനെയും എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? കൺസേൺഡ് ചീഫ് ജസ്റ്റിസ് ആണ്. അതിന്റെ എക്സ്പെൻസസ് ചാർജ് ചെയ്യുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ്. അപ്പൊ ഹൈക്കോർട്ട് ആണെങ്കിൽ 229, സുപ്രീം കോർട്ട് ആണെങ്കിൽ 146 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ഇത് ഞാൻ പറഞ്ഞു, ഇത് 2005 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അന്നത്തെ ഇതനുസരിച്ച് ഇതിനകത്ത് നോക്കിക്കേ, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിലവില് 25 ഹൈക്കോർട്ട്സ് ഉണ്ട്, 25 ഹൈക്കോർട്ട്സ്. അത് ശരിയാണ്. പക്ഷെ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഈ ഒരു ആൻസറിലേക്ക് അത് പോകും. പഞ്ചാബ്, ഹരിയാന ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ചണ്ഡീഗഡ് ഹാവ് എ കോമൺ ഹൈക്കോർട്ട്. അതും ശരിയാണ്. പിന്നെ ഏതാണ്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിക്ക് അവരുടേതായ ഒരു ഹൈക്കോർട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ ഇത് പ്രകാരം 2 ഉം 3 ഉം വരും. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോർട്ട്സ് ആണുള്ളത്. നമ്മളത് കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതിനകത്തും ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. only 1 ആണ് കറക്റ്റ്. only 1 നോക്കിക്കേ, 371A തൊട്ട് 371I വരെ were inserted in the Constitution of India to meet regional demands. regional demands ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്സിന്റെയാണ്? നാഗാലാൻഡ്, അസം, മണിപ്പൂർ, ആന്ധ്രാപ്രദേശ്, സിക്കിം, മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ. ഓക്കെ, അത് ശരിയാണ്. Constitutions of India and the United States of America envisage a dual policy but a single citizenship. നമുക്കറിയാം, നമുക്കും അവർക്കും എന്താണ്, നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. പക്ഷെ അമേരിക്കയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ല. നമ്മള് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന കൺസെപ്റ്റ് എടുത്തത്. അപ്പൊ തെറ്റാണ്. എ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ നെവർ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് സിറ്റിസൺഷിപ്പ്. അതായത് നമുക്കറിയാം, നമുക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം കിട്ടണമെങ്കിലുള്ള ഒരു മാർഗമാണ് നാച്ചുറലൈസേഷൻ. അപ്പൊ നാച്ചുറലൈസേഷൻ വഴി
സിറ്റിസൺ ആയ ഒരു വ്യക്തിനെ ഒരിക്കലും നമുക്ക് അവരുടെ സിറ്റിസൺഷിപ്പ് ഡിപ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റും, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ഡിപ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ only 1 ആണ് അവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർക്കുക. 371A തൊട്ട് 371I വരെ റീജിയണൽ ഡിമാൻഡ്സ് ആണ്. നാഗാലാൻഡ്, അസം, മണിപ്പൂർ, ആന്ധ്രാപ്രദേശ്, സിക്കിം, മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് അവിടെ വരുന്നത്. ദേ കണ്ടോ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻ ബി ടെർമിനേറ്റഡ് 3 രീതിയിൽ: റെനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രിവിയേഷൻ. റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ റിനൗൺസ് their citizenship by applying to the government and meeting certain requirements. അവർക്ക് തന്നെ കളയാം. പിന്നെ ടെർമിനേറ്റ് ചെയ്യാം, അതായത് എന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിന് ടെർമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. പിന്നെ ഡിപ്രിവിയേഷൻ, the government can deprive citizenship if they have committed certain offenses such as treason or ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒഫൻസസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് വഴിയോ ഫോൾസ് റെപ്രസെന്റേഷൻ വഴിയോ, ഇപ്പൊ നമ്മൾ പറഞ്ഞു നാച്ചുറലൈസേഷൻ വഴി കയറാൻ നേരത്ത് ഡിപ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അല്ല, ഡിപ്രൈവ് ചെയ്യാൻ പറ്റും. അവരെന്തെങ്കിലും ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ ഏതെങ്കിലും മോശമായ രീതിയിലൂടെയാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഈ ഡിപ്രിവേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ അവരുടെ സിറ്റിസൺഷിപ്പ് അവിടെ നഷ്ടപ്പെടും. അപ്പൊ റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ഡിപ്രൈവേഷൻ, ഈ 3 രീതിയിലൂടെയാണ് എന്ത് പോകുന്നത്, നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. 5 രീതിയിലൂടെ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പൊ നേടിയെടുക്കാൻ പറ്റുന്ന 5 മാർഗങ്ങളുണ്ട്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ് ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇനി മുന്നോട്ട് പോകുന്നതിനും കുറച്ച് കട്ടിയായിട്ട് വരും, കാരണം ഇപ്പൊ 2005-ലെയാണ്. മുന്നോട്ട് പോകും ചിലതോറും കുറച്ച് ടഫായിട്ട് വരും. പക്ഷെ എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് പറ്റുന്നവരെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് എന്തെങ്കിലും, കാരണം ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, പറ്റുന്ന അത്രയും സോഴ്സസിൽ നിന്നാണ് എക്സ്പ്ലനേഷൻ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ KS ഒക്കെ വരുവാണ്, ഉറപ്പായിട്ട് UPSC ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.